ഞങ്ങള് മൂന്നാളും റീസെന്റ് OED വിന്നേഴ്സ് ആണ്. ജൂലൈ 20-ാം തീയതി ഞങ്ങളുടെ എക്സാം. ഞങ്ങൾ മൂന്നാളും ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നത്. എന്റെ പേര് അലീന തോമസ്. എനിക്ക് ഫുൾ B ആണ് സ്കോർ. എന്റെ പേര് അലീന ഫ്രാൻസിസ്. എനിക്കും ഫുൾ B ആണ്. എന്റെ പേര് ജനനി. എനിക്ക് റൈറ്റിംഗ് C++, ബാക്കി 3 B ആണ്. ഞങ്ങള് ഒരുപാട് അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് മിഷൻ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ തെരഞ്ഞെടുത്തത്. ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും നമ്മൾ ഓരോ ദിവസം ഡിഫറെന്റ് ആയിട്ടുള്ള മാഡംസിന്റെ അടുത്തും സാർമാരുടെ അടുത്താണ് നമ്മൾ പോവുക. അത് ഞങ്ങൾക്ക് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോരുത്തരും കിട്ടുന്ന കറക്ഷൻസ് ഡിഫറെന്റ് ആണ്. ഓരോ ദിവസം നമ്മൾ പുതിയ പുതിയ ടിപ്സും ഇതൊക്കെ നമ്മൾ പഠിക്കും. അപ്പം ഞങ്ങൾക്കത് ഇൻഡിവിജ്വൽ കറക്ഷൻസ് ആണ് ഞങ്ങൾക്ക് വിഷൻ ലേണിംഗിൽ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് തോന്നിയത്. അതേപോലെ തന്നെ ലിസണിങ്ങും റീഡിങ്ങും മൊഡ്യൂള് എല്ലാ ദിവസവും ലിസണിങ്ങും റീഡിങ്ങും മൊഡ്യൂൾ ഞങ്ങളോട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ എക്സാം ബാച്ചിലും പ്രീ എക്സാം ബാച്ചിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഞങ്ങളുടെ വിജയത്തിന് ഒരു കാരണമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഓരോ ദിവസം ഇവിടെ എല്ലാ ദിവസവും ഇൻഡിവിജ്വൽ സ്പീക്കിംഗ് ക്ലാസ്സും ഇൻഡിവിജ്വൽ റൈറ്റിംഗും 4 മൊഡ്യൂളും നമ്മൾ എല്ലാ ദിവസവും ചെയ്യും. അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വരുമ്പോഴൊക്കെ. പക്ഷേ ഇവിടെ വന്ന് ഇവരോട് ഓരോ ദിവസം നമ്മൾ ഓരോ വേറെ മിസ്സുമാരും സാർമാരുടെ അടുത്താണ് സ്പീക്കിംഗ് ചെയ്യുക. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നന്നായി പറഞ്ഞു തരും, നന്നായി കറക്ഷൻസ് ഒക്കെ തരും. അപ്പോൾ എനിക്കത് വളരെ ഉപകാരമായിരുന്നു എൻ്റെ സ്പീക്കിങ്ങിലൊക്കെ. എനിക്ക് റീഡിങ്ങും ലിസണിങ് ആയിരുന്നു കുറച്ചും കൂടെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്പീക്കിംഗ് കുറച്ചും കൂടെ എനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പൊ ഇവിടെ ഡെയിലി നമുക്ക് ലിസണിങ്ങിന്റെയും റീഡിങ്ങിന്റെയും ഡിസ്കഷൻ ക്ലാസ് കിട്ടുന്നത് കൊണ്ട് എനിക്ക് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. കുറെ ടിപ്സും ട്രിക്സും എല്ലാം പറഞ്ഞു തരുന്നതുകൊണ്ട് ഈ 2 മൊഡ്യൂളും എനിക്ക് B മേടിച്ച് പാസ്സാകാനായിട്ട് പറ്റി. ഇവിടുത്തെ മാഡംസും സാറുമാരും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ജൂലൈ 20-ാം തീയതി എക്സാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലിസണിങ് മൊഡ്യൂളായിരുന്നു കുറച്ചും കൂടി ടഫായിട്ട് ഉണ്ടായിരുന്നത്. റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിംഗ് ഞങ്ങൾക്ക് പൊതുവെ എളുപ്പമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ചെയ്ത് പഠിക്കുന്ന അതേ മെറ്റീരിയൽസിന്റെ മോഡലൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. സോ അതേപോലെ തന്നെ ഇവിടെ പ്രോപ്പറായിട്ട് ടൈം മാനേജ്മെന്റ് വെച്ച് 35 മിനിറ്റ്സിലും 30 മിനിറ്റ്സിലൊക്കെ ഞങ്ങൾക്ക് റീഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാമിന് അവിടെ ചെന്നപ്പോഴും ഞങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയൽസും ഇവിടുത്തെ ടൈം മാനേജ്മെന്റും അവിടെ എക്സാം ഹാളിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സോ അതും ഇവിടെ വിഷൻ ലേണിംഗിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. സോ താങ്ക്സ് ടു വിഷൻ ലേണിംഗ്. അതുപോലെ തന്നെ ഇവിടെ 4 ബാച്ചായിട്ടാണ് നമ്മൾ വരുമ്പോൾ തന്നെ ബിഗിനർ ബാച്ച്, പിന്നെ ഇന്റർമീഡിയറ്റ്, പ്രീ എക്സാം, എക്സാം ബാച്ച്. അപ്പോൾ ഈ ഓരോ ബാച്ചിലും വ്യത്യസ്തരം മൊഡ്യൂൾ ഇതുകളാണ് നമുക്ക് റീഡിംഗ് മെറ്റീരിയൽസ് ആണ് തരാറ്. അതൊക്കെ നമുക്ക് എക്സാമിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയി തോന്നിയിരുന്നു. ഓരോ ബാച്ചിൽ ചെല്ലുമ്പോൾ അതിൻ്റെ അനുസരിച്ചായ ബുദ്ധിമുട്ടും എളുപ്പമുള്ള ഇതുകളൊക്കെ തന്നായിരുന്നേ മെറ്റീരിയൽസ്. അതുപോലെ തന്നെ ഇവിടെ വീക്ക്ലി മോക്ക് ടെസ്റ്റ് നടത്താറുണ്ട്. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് ടെൻഷനൊന്നും ഇല്ലാണ്ട് എക്സാം നന്നായി എഴുതാനൊക്കെ സാധിച്ചു. അതുപോലെ തന്നെ പ്രീ എക്സാമിലൊക്കെ കയറുമ്പോൾ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകളാണ്. അതൊക്കെ വളരെ സഹായകമായിരുന്നു ഞങ്ങൾക്ക് എക്സാമിൻ്റെ അന്ന് ടെൻഷനൊന്നും ഇല്ലാണ്ട് നന്നായി എഴുതാനൊക്കെ. ഞങ്ങൾക്ക് വിഷൻ ലേണിംഗിലെ എക്സ്പീരിയൻസ് വളരെയധികം നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി OET ട്രൈ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഞങ്ങൾ വിഷൻ ലേണിംഗ് റെക്കമെൻഡ് ചെയ്യാനും ഞങ്ങൾക്ക് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനും പാസ്സാവാനും സഹായിച്ചത് വിഷൻ ലേണിംഗ് ആണ്. താങ്ക്സ് ടു വിഷൻ ലേണിംഗ്.